ഹരേ കൃഷ്ണ. മൈ ആസ്ട്രോവിനിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായിട്ട് ശുക്രൻ സമ്പത്തും സമൃദ്ധിയും മാത്രമല്ല, സ്നേഹം, സൗന്ദര്യം, കല, ബന്ധങ്ങള്, ആഡംബര ജീവിതം, സുഖസൗകര്യങ്ങൾ എന്നിവയെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന ഗ്രഹമാണ്. ശുക്രൻ തൻ്റെ ഗതിയോ നക്ഷത്രസ്ഥാനമോ മാറ്റുമ്പോൾ അതിൻ്റെ സ്വാധീനം മനുഷ്യരുടെ ജീവിതത്തിൽ പല മേഖലകളിലും വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ശുക്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നതിനിടെ ധനിഷ്ഠ, അതായത് അവിട്ട നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അവിട്ട നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വ ആയതിനാലുണ്ടല്ലോ, ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ഈ ഗ്രഹസംയോജനം ഊർജം, ആകാംക്ഷ, അതുപോലെ തന്നെ പ്രയത്നശക്തി, ഭൗതിക സുഖങ്ങൾ എന്നിവയ്ക്കൊക്കെ പുതിയ ഉണർവ് നൽകുന്ന ഒരു സമയമായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫെബ്രുവരി 11 രാവിലെ 8:55 വരെ ശുക്രൻ ഈ നക്ഷത്രത്തിലാണ് തുടരുക. ഈ കാലയളവിൽ ചില രാശിക്കാർക്ക് ധനം, ബന്ധങ്ങള്, തൊഴില്, വ്യക്തി ജീവിതം തുടങ്ങിയ മേഖലകളിലൊക്കെ ശ്രദ്ധേയമായ നേട്ടങ്ങളും അനുകൂല മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത് നമുക്ക് ഏതൊക്കെ രാശിക്കാർക്ക് എന്ന് പരിശോധിക്കാം. ഒന്ന് മേടം രാശി, കർക്കിടകം രാശി, കന്നി രാശി. ഈ 3 രാശികളും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഇതിന്റെ ഭാഗ്യഫലം അനുഭവിക്കാവുന്നതാണ്. ആദ്യം മേടം രാശി. മേടം രാശിക്കാർക്കുണ്ടല്ലോ, ധനിഷ്ഠ നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്ന ഈ കാലഘട്ടം ആത്മവിശ്വാസവും സാമ്പത്തിക സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനുള്ള ഒരു സാധ്യതയും ഉയർന്നു കാണുന്നുണ്ട്. മുമ്പ് മുടങ്ങിക്കിടന്നിരുന്ന പണമിടപാടുകളൊക്കെ തിരികെ ലഭിക്കാനും അനുകൂല സൂചനയും കാണുന്നുണ്ട്. കരിയർ രംഗത്ത് ഈ സമയം അനുകൂലമായ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുവരിക. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകളും അതുപോലെ തന്നെ ലാഭകരമായ പങ്കാളിത്തങ്ങളും ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സാമൂഹിക വലിപ്പവും അംഗീകാരവും വർദ്ധിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യും. പ്രണയ ജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബന്ധങ്ങളിൽ അടുത്തു വരികയും അത് കുറച്ചുകൂടി മനസ്സിലാക്കി കൂടുതൽ ദൃഢതയുള്ളതുമായി മാറുന്ന ഒരു സമയമാണ്. അടുത്തത് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ശുക്രന്റെ ഈ സംക്രമണം ബന്ധങ്ങളെയും പങ്കാളിത്തങ്ങളെയും അനുകൂലമായി സ്വാധീനിക്കുന്ന ഒരു ശുഭ കാലഘട്ടമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ശാന്തമായിട്ട് പരിഹരിക്കപ്പെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് പൂർണ്ണ പിന്തുണയും മനസ്സിലാക്കലും നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിലുള്ളവർക്ക് ജോലി സ്ഥലത്ത് അഭിനന്ദനവും ബഹുമാനവും നേടാൻ ഒരു അവസരമുണ്ടാകും. സാമ്പത്തിക സാഹചര്യങ്ങൾ ക്രമേണ മെച്ചപ്പെടുകയും അതുപോലെ തന്നെ ആഡംബര വസ്തുക്കളിൽ ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. കലയും അല്ലെങ്കിൽ ഫാഷനും മീഡിയ ഒക്കെ ആയിട്ട് എന്താ പറയുക, മറ്റ് സൃഷ്ടിപരമായ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം പ്രത്യേകിച്ചിട്ട് ഗുണപരമായ ഫലങ്ങളാണ് നൽകുക. കഴിവുകൾക്ക് അംഗീകാരവും മുന്നേറ്റവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അവസാനമായിട്ട് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് ധനിഷ്ഠ നക്ഷത്രത്തിലൂടെ ശുക്രൻ സഞ്ചരിക്കുന്ന ഈ ഘട്ടം ഉണ്ടല്ലോ, സർഗാത്മകതയും അതുപോലെ തന്നെ ആത്മപ്രകടന ശേഷിയും ശക്തിപ്പെടുത്തുന്ന ഒരു സമയമായിട്ടാണ് മാറുന്നത്. നിങ്ങളുടെ കഴിവുകളും പ്രതിഭകളും എന്താ പറയുക, കൂടുതൽ വ്യക്തമായിട്ട് പ്രകടമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി പുതിയ തൊഴിലവസരങ്ങൾ കൈവരിക്കാനുള്ള ഒരു സാധ്യത തന്നെ തുറക്കുകയാണ് ചെയ്യുന്നത്. നിക്ഷേപ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ സമയം വളരെ അനുകൂലമാണ്. ദീർഘകാല ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ നിങ്ങളെ വിജയത്തിലേക്ക് നീക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞ് കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങളിലെ സ്ഥിരതയും വിശ്വാസവും ഒക്കെ വർദ്ധിക്കും. പുതിയ ബന്ധങ്ങൾ ആരംഭിക്കാൻ അനുകൂല സൂചനകളും അതുപോലെ തന്നെ എന്താ പറയുക, ആരോഗ്യസ്ഥിതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ മെച്ചപ്പെട്ട അനുഭവം തന്നെ കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ കഴിയും. അതുപോലെ തന്നെ ആത്മസന്തുലിതാവസ്ഥ കൈവരിക്കാൻ ഈ കാലഘട്ടം വളരെയധികം നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.